താഴെ പറയുന്നതിൽ ഗാന്ധിജിയുമായി ബന്ധമില്ലാത്ത സമരം ഏത്? ഗാന്ധിജിയുമായി ബന്ധമില്ലാത്ത സമരം സ്വദേശി പ്രസ്ഥാനം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, 1857 കലാപവുമായി ബന്ധപ്പെട്ട നേതാക്കളുടെയും അവർ നേതൃത്വം കൊടുത്ത സ്ഥലങ്ങളും താഴെ സൂചിപ്പിക്കുന്നു ശരിയായ ജോഡി കണ്ടെത്തുക. 1857 കലാപവുമായി ബന്ധപ്പെട്ട നേതാക്കളുടെയും അവർ നേതൃത്വം കൊടുത്ത സ്ഥലങ്ങളും താഴെ സൂചിപ്പിക്കുന്നു ശരിയായ ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ എ കാൺപൂർ, നാനാ സാഹിബ്, ബി ആറ, വാജിദ് അലി ഷാ, സി ലക്നൗ, കുൻവർ സിംഗ്, ഡി ഫൈസാബാദ്, ഷാമൽ. ആൻസർ എ കാൺപൂർ, നാനാ സാഹിബ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി: സത്യശോധക് സമാജ് ജ്യോതിറാവ് ഫുലെ, ഹിതകാരിണി സമാജ് വീരേശ് ലിംഗം, പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗ്, ബ്രഹ്മ സമാജം രാജാറാം മോഹൻ റോയ്. എല്ലാ ഉത്തരവും ശരിയാണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ, ലോങ് മാർച്ച് ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ലോങ് മാർച്ച് ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, 1936 കണ്ണൂരിൽ നിന്ന് മദ്രാസിലേക്ക് പട്ടിണി ജാഥ നയിച്ചത് ആരാണ്? 1936 കണ്ണൂരിൽ നിന്നും മദ്രാസിലേക്ക് പട്ടിണി ജാഥ നയിച്ചത് ആരാണ്? എ കെ ഗോപാലൻ. എ കെ ഗോപാലൻ. ആറാമത്തെ ക്വസ്റ്റ്യൻ, എവറസ്റ്റ് കീഴടക്കിയ ആദ്യ മലയാളി വനിത. എവറസ്റ്റ് കീഴടക്കിയ ആദ്യ മലയാളി വനിതയാണ് സഫ്രീന ലത്തീഫ്. സഫ്രീന ലത്തീഫ്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ഹവായി, ഫ്രഞ്ച് പോളിനേഷ്യ, സൊമാആവോ എന്നീ ദ്വീപസമൂഹങ്ങൾ ഏത് സമുദ്രത്തിന്റെ ഭാഗമാണ്? ശാന്തസമുദ്രം. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, വടക്കേ അമേരിക്കയിലെ സാൻ ആൻഡ്രിയാസ് വംശമേഖല കൂടുതൽ ഭൂകമ്പങ്ങൾക്ക് വിധേയമാകുന്നതിന്റെ കാരണമെന്ത്? വടക്കേ അമേരിക്കയിലെ സാൻ ആൻഡ്രിയാസ് വംശമേഖല കൂടുതൽ ഭൂകമ്പങ്ങൾക്ക് വിധേയമാകുന്നതിന്റെ കാരണങ്ങൾ എന്താണ്? ഉപരിതല ഫലകങ്ങളുടെ ചലനവും ദുർബലമായ ഫലക അതിരുകളുമാണ്. ഉപരിതല ഫലകങ്ങളുടെ ചലനവും ദുർബലമായ ഫലക അതിരുകൾ. അതായത് ഓപ്ഷൻ സി ആണ്. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ബഹിരാകാശ സംഘടന വികസിപ്പിച്ചെടുത്ത ആസ്ഥാനിക ജിയോ പ്ലാറ്റ്ഫോം എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഭുവൻ. എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഭുവൻ. പത്താമത്തെ ക്വസ്റ്റ്യൻ, ദേശീയ ജലപാതകളുടെ പ്രാധാന്യം വർദ്ധിക്കുകയും പുതിയ പ്രദേശങ്ങൾ ജലപാതകളുടെ ഭാഗമാവുകയും ചെയ്യുന്നു. ഇതിൽ ദേശീയ NW5 ബന്ധിപ്പിക്കുന്ന പ്രധാന മേഖലകളാണ് ബ്രാഹ്മണി മഹാനദി ഡെൽറ്റ. ബ്രാഹ്മണി മഹാനദി ഡെൽറ്റ. 11ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ധാതു സമ്പത്തിന്റെ നല്ലൊരു ഭാഗം ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയുടെ ഭാഗമായി കാണപ്പെടുന്നു. കോർബ, ദന്തേവാഡ തുടങ്ങിയ ഖനന മേഖലകൾ ഏത് സംസ്ഥാനത്തിന്റെ ഭാഗമാണ്? കോർബ, ദന്തേവാഡ ഏത് സംസ്ഥാനത്തിന്റെ ഭാഗമാണ്? ഛത്തീസ്ഗഡ്. 2024 ജനുവരിയിൽ വീശിയടിച്ച ചുഴലിക്കാറ്റ് മഡഗാസ്കർ ദ്വീപസമൂഹത്തിൽ നാശനഷ്ടം വിതച്ചിരുന്നു. ഈ ചുഴലിക്കാറ്റ് ഏത് പേരിൽ അറിയപ്പെടുന്നു? ഏത് പേരിൽ അറിയപ്പെടുന്നു? അൽവാര. അൽവാര. 13ാമത്തെ ക്വസ്റ്റ്യൻ, ചുവടെ തന്നിട്ടുള്ളവയിൽ തെറ്റായ ജോഡി ഏത്? ചുവടെ തന്നിട്ടുള്ളവയിൽ തെറ്റായ ജോഡി ഏത്? ഓപ്ഷൻ ഡി, സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യ വ്യാവസായിക നയം 1956 എന്നുള്ളതാണ് തെറ്റ്. സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ വ്യാവസായിക നയം 1956 എന്നുള്ളതാണ് തെറ്റ്. അപ്പോൾ ബാക്കിയെല്ലാ ഓപ്ഷൻസും നോക്കി വെച്ചേക്കണം. ദേശീയ ആസൂത്രണ സമിതി 1938, ബോംബെ പ്ലാൻ 1944, ആസൂത്രണ കമ്മീഷൻ 1950. 14ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ബാങ്കിംഗ് മേഖലയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 1969 14 ബാങ്കുകൾ ദേശസാൽക്കരിക്കപ്പെട്ടു. 1993 ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യ പഞ്ചാബ് നാഷണൽ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ലയിച്ചു. 1770 ആരംഭിച്ച ബാങ്കാണ് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ. ഇതെല്ലാം ശരി തന്നെയാണ്. ഓപ്ഷൻ സി. 15ാമത്തെ ക്വസ്റ്റ്യൻ, ചുവടെ തന്നിട്ടുള്ളവയിൽ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ ആഡം സ്മിത്തുമായി ബന്ധപ്പെട്ട ആശയം ഏത്? ആഡം സ്മിത്തുമായി ബന്ധപ്പെട്ട ആശയം സമ്പത്തിനെ കുറിച്ചുള്ള പഠനം, ലേസി ഫെയർ. അപ്പോൾ ഓപ്ഷൻ എ ആണ് ശരി.
16. ഹരിത വിപ്ലവത്തിന്റെ നേട്ടങ്ങളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതെല്ലാം അറിയാമല്ലോ. ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപാദന വർധനവ്, സ്വയം പര്യാപ്തത, ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു, ഇതെല്ലാം ശരി തന്നെയാണ്. 17ാമത്തെ ക്വസ്റ്റ്യൻ. ചുവടെ തന്നിട്ടുള്ളവരിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ സ്ഥാനം വഹിച്ചിട്ടുള്ളത് ആരെല്ലാം? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ സ്ഥാനം വഹിച്ചിട്ടുള്ളത് ആരെല്ലാം എന്നുള്ളത് ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. എല്ലാവരും ശക്തികാന്ത ദാസും KR പുരിയും മൻമോഹൻ സിംഗും. ശക്തികാന്ത ദാസ്, KR പുരി, മൻമോഹൻ സിംഗ് ഇവരെല്ലാം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ സ്ഥാനം വഹിച്ചിട്ടുള്ളവരാണ്. 18ാമത്തെ ക്വസ്റ്റ്യൻ. ചുവടെ തന്നിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായമാണ് ഇരുമ്പുരുക്ക് വ്യവസായം. ഇരുമ്പുരുക്ക് വ്യവസായത്തിന്റെ ഒരു പ്രധാന അസംസ്കൃത വസ്തുവാണ് കൽക്കരി. ഇതെല്ലാം ശരിയാണോ? അല്ല. ഒന്നാമത്തത്, അതായത് ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇരുമ്പുരുക്ക് വ്യവസായം ആണെങ്കിലും പൊതുമേഖലയാണോ? അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഓപ്ഷൻ 1 ഒഴിവാക്കിയാൽ തന്നെ നമ്മൾ ഉത്തരത്തിലേക്ക് എത്തി. നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി, അതായത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായമാണ് ഇരുമ്പുരുക്ക് വ്യവസായം. 3. ഇരുമ്പുരുക്ക് വ്യവസായത്തിന്റെ ഒരു പ്രധാന അസംസ്കൃത വസ്തുവാണ് കൽക്കരി. 19. ചുവടെ തന്നിട്ടുള്ളതിൽ 2024 അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റിലെ ആദായ നികുതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതെല്ലാം? ചുവടെ തന്നിട്ടുള്ളവയിൽ 2024 അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റിലെ ആദായ നികുതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതെല്ലാമാണ്? ഓപ്ഷൻ എ ആണ് ശരി. 1, 3. അതായത് 3 ലക്ഷം രൂപയുള്ള വരുമാനത്തിന് നികുതിയില്ല എന്നതും 15 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള വരുമാനത്തിന് 30% നികുതി. ഇത് ഒരുപാട് തവണ ചോദിച്ച ക്വസ്റ്റ്യൻ ആണേ. 3 ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് നികുതിയില്ല, 15 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള വരുമാനത്തിന് 30% നികുതി എന്നുള്ളതാണ്. ഇനി 19ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്നവയിൽ ആരൊക്കെയാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപ അധ്യക്ഷന്മാർ എന്നത്? ആരൊക്കെയാണ്? HC മുഖർജിയും VT കൃഷ്ണമാചാരിയും. HC മുഖർജിയും VT കൃഷ്ണമാചാരിയും. അപ്പോൾ ഈ ക്ലാസ് കാണുന്ന എല്ലാ എൻ്റെ കൂട്ടുകാരോടും ഞാൻ പറയുന്നത്, നമ്മളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കാരണം ഇത് നമ്മളുടെ ഫസ്റ്റ് വീഡിയോ ആണ്. കുറേ നാളിന് ശേഷമാണ് നമ്മളിങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും അതുപോലെ തന്നെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ, അതായത് ഞാൻ ചെയ്യുന്ന വീഡിയോയുമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസിലൂടെ അറിയിക്കാം. ഓക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ 20 ക്വസ്റ്റ്യൻസേ ചെയ്യുന്നുള്ളൂ. ഇതിൻ്റെ ബാലൻസ് ക്വസ്റ്റ്യൻസ് ഇന്ന് തന്നെ നമ്മൾ ചെയ്തിടുന്നതായിരിക്കും. സോ താങ്ക് യു.